യസ്യ വാശികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി തം നമഃസാത്വികം ശിവം ശിവം ശിവം. വന്നോളൂ. പിന്നെ പ്രസാദം നട അടച്ചിട്ടില്ല. അല്ല, പ്രസാദം കുളിച്ചതാണോ?
അത് പിന്നെ 6 മണിക്ക് ചിട്ടയാ, അല്ലെങ്കിൽ അച്ഛനെന്നെ കൊല്ലും. എന്നാലേ നേരെ അമ്പലത്തിലേക്ക് ചെല്ല്. കേട്ടോ, ഈ വിളിയൊക്കെ വിളിച്ചിട്ട് നമ്മളേറെ മൈൻഡ് ചെയ്ത് അച്ഛനല്ലല്ലോ. അച്ഛാ അച്ഛാ, കോഴിമുട്ടായി. അച്ഛനെ ഓല വെക്കുന്നോ? കേട്ടോ, ആർക്കിന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ. വീടി പോലുമില്ല. ചേച്ചി, ഇന്നലെ വലിയ മോശമില്ലായിരുന്നു തോന്നല്ലോ. ഇന്നലെ കോഴികളൊന്നും ഉത്സാഹിച്ച മട്ടുണ്ടല്ലോ. 10 എണ്ണം ഉണ്ട്. ഒരു പരിശോധന. ഒരു 2 രൂപയും തന്നെ. അരി മേടിക്കണ്ടേ അച്ഛാ? നീട്ടാ. ഒന്ന് വേഗം ഇടറ അങ്ങോട്ട്. 13 കാർഡ് ഇടണ്ടേ? കളിച്ചോ. ഒരു ജോക്കർ പോലും കയറുന്നില്ല. ഞാൻ വിട്ടു. രാത്രി കുറെ സമ്പാദിച്ചില്ലേ? നഷ്ടം മുഴുവൻ എനിക്കാ. വേല മനസ്സിൽ ഇരിക്കട്ടെ, മേടിച്ച കാശ് തരാൻ ഞാൻ വിടത്തില്ല. കാശ് അച്ഛൻ എണീറ്റ് കാണും, എനിക്കങ്ങ് പോണം. മുടിഞ്ഞു പോട്ടാ മുരളി, ആ ടോർച്ച് അങ്ങ് കൊടുത്തേര്. നേരം വെളുത്തായി. ചേച്ചി, നാലെണ്ണേ ഉള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്ത് കണ്ടിട്ടാണ് ഇരുന്ന് വിളിക്കുന്നത്? ആര് കാണാൻ കമ്മി പൈസ കാലത്തി മേക്കപ്പ് ഒക്കെ? നിന്റെ അച്ഛന്റെ സ്വഭാവം നീ തുടങ്ങിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ ചേരിപ്പെടുത്തി കളയും പറഞ്ഞേക്കാം. കുഞ്ഞേ, നിനക്ക് എത്രയായി കോറ്? ഗവാസ്കർ സെഞ്ചുറി കഴിഞ്ഞു. പൗണ്ടർ എത്രയുണ്ട്? 12 തോന്നുന്നു. ശ്രീകാന്തോ? ഔട്ട്. അയ്യോ, കഷ്ടമായി പോയി. ആ ചെറുക്കൻ നിന്നിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെട്ടു പോയേനെ.
വിദേശ മദ്യ വിൽപ്പനയിൽ 3.55 കോടിക നഷ്ടം. സ്വന്തം ലേഖകൻ തിരുവനന്തപുരം. ഫാ പള്ളിമരം അന്തരിച്ചു. സ്വന്തം ലേഖകൻ കോട്ടയം. 3 പേരെ കുത്തിക്കൊന്നു. സ്വന്തം ലേഖകൻ കൊല്ലം. ചേടാ, അതും സ്വന്തം ലേഖകൻ. ഇയാള് പോവാത്ത സ്ഥലമില്ല, ചെയ്യാത്ത പണിയില്ല. ചേട്ടാ, ഒരു ചായ. ഇപ്പോഴാണ് ചായ. പത്രം വായിക്കുമ്പോഴല്ലേ കാപ്പിയും ചായയും. വേറെ കടയൊന്നുമില്ലടോ. രാജമ്മേ, എടി രാജമ്മേ, യമുന. ചേട്ടാ, ഒന്ന് ഉത്സാഹിച്ചേ. ഒരു കാപ്പി ഇച്ചിരി കടുപ്പത്തില്ലേ. ഒരു മൂട് വരട്ടെ. നീ എന്താ രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്? ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പൊ വരുന്നോ? പണ്ടാരടങ്ങാൻ അയാളെ ഒടുക്കത്തെ ഒരു പത്രം വായന. ഒരു കാപ്പ് കുടിക്കാൻ വെച്ച് വന്നതാ. ഇതാ ചേച്ചി, 5 രൂപയുണ്ട്. ഇതിനുള്ളത് തന്നേരെ. ആ, ഇനി വന്നോ? ഇനി ഇവിടെ കടമൊന്നും ഇല്ല. എനിക്ക് നിന്റെ കടൊന്നും വേണ്ട. എന്നാ, ആ പാവം പെണ്ണ് മുട്ട വെച്ചുണ്ടാക്കിയ കാശായിരിക്കും. പഴയ കടമൊക്കെ എപ്പോഴാ വീട്ടുന്നേ? അതൊക്കെ തരാന്നേ. നീ ശകരം എടുത്തേ. അല്ല, അച്ഛൻ എന്തായി ഞായറാഴ്ച പള്ളിയിൽ വരാത്തെ? മണ്ട, ഞായറാഴ്ച 1000 പേര് പള്ളി വരും. അവർക്കൊരായിരം ആവശ്യങ്ങളുണ്ടാവും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് തിരക്കിലായിരിക്കും. അത് ശരിയാ. ആ തിരക്കിനിടയിലാ നമ്മുടെ കാര്യം പറയുന്നത്. കർത്താവ് ശ്രദ്ധിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ ആരുമില്ലാത്ത തിങ്കളാഴ്ച അച്ചായൻ പള്ളി വരുന്നത്. നിനക്കിപ്പോ മനസ്സിലായോ? അച്ചായൻ ആളൊരു ബുദ്ധിരാക്ഷസനാണ്. എടാ, നമ്മുടെ മത്തായി അല്ലേ വരുന്നത്? മത്തായിയേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. നിന്നെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. പിന്നെയും വന്ന് ശല്യം ചെയ്യണ്ടെന്ന് കരുതി. അത് പാടില്ല. നിനക്ക് എപ്പ കാശിന് ആവശ്യം വരുന്നോ ധൈര്യമായി വന്നോണം. ആട്ടെ, ഇപ്പൊ വല്ലതും വേണോ? ഓ, ആ കൈ ഇങ്ങെടുത്തേ. അത്രേ ഉള്ളൂ. അമ്മ ഇപ്പം ബഹളം വെക്കുന്നുണ്ടാവും. ഒന്നും പറയാതെ ഞാൻ പോകുന്നത്. ആ ബിന്നി ട്രാൻസിസ്റ്ററും കൊണ്ട് ചെന്നാ രക്ഷപ്പെട്ടു. ഒന്നും പറയണ്ട. അമ്മയുടെ ഒരു ഭ്രാന്തേ. കഴിഞ്ഞ ദിവസം രാത്രി കിടന്ന് ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. 4 6 എന്തൊക്കെയോ പറയുന്നു. ദേഷ്യം വന്ന് അച്ഛനെ ഒറ്റ അടി വെച്ചു കൊടുത്തു. അത് കിട്ടിയപ്പോ അമ്മ പറയുന്നു ക്ലീൻ ബോൾഡെന്ന്. ഏതായാലും കൊള്ളാം. പുല്ലിയെത്താൻ പോയതായിരിക്കും. ഞാൻ അക്കരെ മാർക്കറ്റ് വരെ പോയി. എന്തെങ്കിലും പറയടി ഉണ്ണേ. മതിയിലേ. കഞ്ഞു കുടിച്ചായിരുന്നോ? എന്താ അത്? നോക്കട്ടെ. കൊള്ളാം. ഒരുപാട് നാളായി ഒരു ജെക്ക് വിളക്ക് മേടിക്കണമെന്ന് വിചാരിക്കുന്നു. അച്ചായോ, അത് ബാലൻസർ ഇല്ലായിരിക്കും. വേണ്ട, ഒരു ഉപകരണമായല്ലോ അത്. എടാ, നമ്മുടെ നാരായണൻ വീണ്ടും വരുന്നുണ്ട്. അതെ. അവൻ കാണണ്ട. കൊണ്ടുപോയി അകത്തോയി. വരണം. തന്നെയൊന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കള്ളുപിടിയൊക്കെ ശരിക്ക് നടക്കുന്നുണ്ടോ? ആളുകൾ അതും ഇതുമൊക്കെ പറയും നാരായണ. അതൊന്നും നീ കാര്യമാക്കണ്ട.
കുടിക്കണം എന്ന് തോന്നുമ്പോ കുടിച്ചോണം. അച്ചക്കുഞ്ഞ് ദാ വരുന്നേ. ആ ദാ. നാരായണ, നിന്റെ സ്ഥലത്തിന്റെ വിലയേക്കാൾ കൂടുതൽ നീ ഇതിനോട് പറ്റിക്കഴിഞ്ഞു എന്ന് വെച്ച് ഞാനിനി നിനക്കൊന്നും തരില്ല എന്ന് വിചാരിക്കരുത്. ആധാരത്തിനൊരു ചെറിയ മാറ്റം വരുത്തണം. നാരായണൻ എന്നുള്ളതിന് പകരം വർക്കീസ് ജോർജ് എന്നെഴുതണം. എന്റെ പേര് അത്രേ ഉള്ളൂ. അല്ലേടാ അച്ചക്കുഞ്ഞ്? പിന്നല്ലാതെ ഒരു പേരുമാറ്റം. എന്നാ വരട്ടോ. അപ്പോ നാളെ തന്നെ നമുക്ക് ആ കച്ചേരി വരെ ഒന്ന് പോയി കളയാം. എന്താ? എന്താടാ? മുദ്രപത്രത്തിൽ കുത്തി കുത്തി അയാളുടെ വിരല് തേഞ്ഞു കാണും. ഏതായാലും വായിക്കല്ലേ, ഒന്ന് ഉറക്കെ വായിക്കേ, ഞങ്ങളും കൂടെ കേക്കട്ടെ. ഏത് നോവലാ വായിക്കുന്നത്? ആർക്കാടാ നോവൽ അറിയേണ്ടത്? നീ ഓടിയപ്പുറത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ചേച്ചി, ഇത് കാർത്തിയാനി ചേച്ചിയുടെ വീടാണ്. രാജമ്മ കാർത്തിയാനി ചേച്ചിയുടെ ഒരേ ഒരു മകളാണ്. ഇവിടെ വന്ന ഡീസന്റ് ആയിട്ട് പെരുമാറണം. അതൊക്കെ പോട്ട്. ചേച്ചി ഇച്ചിരി എടുത്തേ. അവളെവിടെ? ആര്? അമ്മയോ മോളോ? ചേട്ടൻ ചേച്ചിയല്ലാതെ പിന്നെ ആരെ അന്വേഷിക്കാൻ? ഞാൻ ഇവിടെ വരുമ്പോ അവൾ അവിടെ, ഞാൻ അവിടെ ചെല്ലുമ്പോ അവൾ ഇവിടെ. ഓ, എന്റെ ഒരു തലയിലെഴുത്ത്. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ? അല്പം ചില്ലറയൊത്തു, നേരെ ഇങ്ങോട്ട് പോരാമെന്ന് കരുതി. 50 രൂപയോ? ആ, അയ്യോ, ഇതിനിവിടെ ചില്ലറ ഇല്ലല്ലോ നാരായണേട്ടാ. ഓ, സാരമില്ല. അല്ലെങ്കിലും ചേട്ടൻ നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്? അതും ശരിയാ. Once upon a time, there was a kingdom by the sea. There lived a little princess named Veronica. She was 10 years old. One day, Veronica ate too many bananas and she fell ill. Shra, banana thanna angane fell illavuva? The royal doctor came to see her and took her temperature and felt her pulse. ഗോപേട്ട പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കുക അല്ലേ? അല്ല അബ്ദു. ഇതെന്താ ഗോപേട്ട ഈ പുൾസ്? പുൾസോ? അയ്യോ, ഇത് പുൾസ് അല്ല, പൾസ്. ഈ സായിപ്പിന്റെ ഒരു തമാശയെ എഴുതുന്നൊന്ന് വായിക്കുന്നൊന്ന്. And felt her pulse. വരമ്പത്ത് ചവിട്ടും വരമ്പത്ത്
വന്നില്ലടി നിന്റെ പൊന്നാരാങ്ങള? ഇല്ല അച്ഛാ, ഇന്നലെയും വന്നില്ല. വല്ല പുഴയിലെങ്ങാനും വേണം ചത്ത് കാണും. സമ്പാദ്യം കഴിഞ്ഞ് വന്നു. അത് ശരി, നീയാണ് മുട്ട മോഷ്ടിക്കുന്നത് അല്ലേ? ശരി ശരി, ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. യമുന, സ്റ്റീൽ പ്ലേറ്റ് കാണാനില്ല. ഊണ് കഴിക്കുന്ന പാത്രം മോഷ്ടിക്കുന്നവർക്ക് തറയിലാ ചോറ് കൊടുക്കേണ്ടത്. ഈ ചോറുണ്ടാക്കാനുള്ള അരി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഉണ്ടാക്കിയതെന്ന് ചേട്ടനറിയാമോ? കണ്ടോ കണ്ടോ, ഒരു തേങ്ങയുടെ വലിപ്പം. ഈ കൃഷി ഭയങ്കര നഷ്ടമാ. അങ്ങോട്ട് വന്ന കാശിന്റെ പലിശ പോലും തടയില്ല.
ഇന്നെന്നാ ചീട്ടുകളിയും പിടിച്ചുപറിയൊന്നും ഇല്ലേ? ഒലവടൽ എങ്കിൽ 2 കാശ് കിട്ടട്ടെ. ഇതാ ഞാൻ ഒഴിച്ചു തരാം. നീയാണ് പെങ്ങൾ. നല്ല കുട്ടികൾ ഇങ്ങനെയൊക്കെയാ. ഒഴിക്ക്. എടാ അദ്വേ, ഞങ്ങളിവിടെ കളിക്കാന്ന് നീ സാറിനോട് പോയി പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കാലം തല്ലി ഓടിക്കും. ഞാൻ വീട്ടിൽ പോയിരുന്നു. അടുത്ത ഞായറാഴ്ച അച്ഛനും അമ്മാവനും യമുനയുടെ വീട്ടിൽ വരും. തീയതി നിശ്ചയിക്കാൻ. മലരംഗണത്തിൽ കണിക്കുന്ന പൂച്ചൂടി കല്യാണത്തിനാവ് കണ്ടൊരു നല്ലോല കിളി പാടി മംഗല്യം മനസ്സിനീനിൽ മലരംഗണത്തിൽ കണിക്കുന്ന പൂച്ചൂടി കല്യാണത്തിനാവ് കണ്ടൊരു നല്ലോലക്കിളി പാടി മംഗല്യം മംഗല്യം മനസ്സിനീ
കണിക്കൊന്ന പൂച്ചൂടി കല്യാണത്തിനാവ് കണ്ടൊരു നല്ലോലക്കിളി പാടി മംഗല്യം മംഗല്യം മനസ്സിനി വൈശാഖ പുലർവെയിൽ പുഴയിൽ വൈഡൂര്യം വാരി വിതയ്ക്കേ സംഭ്രമുഖി സംഭ്രമുഖി നിൻ തോണി തുള്ളും കല്ലോലിനി പാടി കല്യാണി കളവാണി കല്യാണി കളവാണി മനസ്സിനി മലരംഗണത്തിൽ കണിക്കുന്ന പൂച്ചൂടി കല്യാണത്തിനാവ് കണ്ടൊരു നല്ലോലക്കിളി പാടി മംഗല്യം മംഗല്യം മനസ്സിനി എടി പെണ്ണേ, എന്താടി ഇത് പകലൊന്ന് സ്വപ്നം കാണുന്നു? ഏയ് ഇത് ഞാനാ. എന്താ ഗോപി രാവിലെ ഇവിടെ? ഞാൻ മാഷെ ഒന്ന് കാണാൻ തന്നെ നിന്നതാ. എന്താ വിഷയം? വിഷയം നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും ഇക്കാര്യത്തിൽ മാഷിന്റെ അഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം? ക്രിക്കറ്റ്. ക്രിക്കറ്റോ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരുതരം ഭ്രാന്ത്. അതിനെപ്പറ്റി മാഷിന്റെ അഭിപ്രായം എന്താ? എന്ന് വെച്ചാൽ അതേപ്പറ്റി ഞാനെങ്ങനെ ആലോചിച്ചിട്ട്? എന്നാൽ ആലോചിക്കണം, പ്രത്യേകിച്ചും ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക്. ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈ ക്രിക്കറ്റും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അതറിയണമെങ്കിൽ നേരെ നമ്മുടെ കുറുത്തിയേട്ടന്റെ തോപ്പിലിട്ട് എന്നാ മതി. ഓരോ കാരണം പറഞ്ഞ് ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ മുഴുവൻ സദാസമയം ഇവിടെ ക്രിക്കറ്റ് കളിയാ. ചേടാ, ഇങ്ങനൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ടെന്ന് ഞാനിതുവരെ അറിഞ്ഞില്ലല്ലോ. ഇപ്പോഴേ ഒരു കണ്ണ് വെച്ചില്ലെങ്കിൽ നാട്ടിലെ പറമ്പ് മുഴുവൻ ക്രിക്കറ്റ് കളമായിട്ട് മാറും. സ്കൂളിൽ പഠിക്കാൻ കുട്ടികളെ കിട്ടാണ്ടും വരും. എന്നാൽ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ എന്റെ സ്ഥിതിയൊക്കെ അറിയാമല്ലോ. സ്ഥിതി എന്തായാലും ഒരു പെണ്ണിനെ പറഞ്ഞയക്കുന്നതിന് ചില ചിട്ടകളൊക്കെ ഇല്ലേ? എത്ര സെന്റായി സ്ഥലം? സ്ഥലം പണയത്തിലായിരിക്കും. എങ്കിൽ കാശായിട്ട് മതി. അതെ, നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എന്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല. എങ്കിൽ തൽക്കാലം പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കട്ടെ. എന്തെങ്കിലും വഴിയുണ്ടാകുമ്പോ അറിയിക്ക്. അന്ന് ആലോചിക്കാം. ആടോ, അവളോടൊരു കല്യാണം എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. And deflecting towards Pocock. No runs. Venkateshwar stays on 73. On striker, Malhotra on 14. And Edmund bowls. Good length ball. A better ball, pitching on the middle and leg. And Venkateshwar stretching out, the tall, lanky Venkateshwar stretching out and smothering the spin. The bowler on his follow-through picks up. No runs. Try to flight the ball, but he seems to be bowling very much flatter in this game and tremendously effective. So this
എന്തു പറ്റി? ചോറെടുത്ത് വയ്ക്കടി. പറഞ്ഞു കേട്ടില്ലേ? ഞാനൊന്നും വെച്ചിട്ടില്ല. അവിടെ ഒരു അഹങ്കാരം, നാശം. വിശന്ന് വയറ് കരിയുന്നു. സകലത്തിനും കുഴപ്പമില്ല. ആരും പിടിക്കണ്ട, എന്നെ ആരും പിടിക്കണ്ട. എനിക്ക് ശരിക്കും നിൽക്കാൻ അറിയാം. ദൈവത്തെ ഓർത്തെങ്കിലും ഈ കൂടി ഒന്ന് നിർത്തിക്കൂടെ? ഓടി അവിടെ ഗോപിട്ട എന്താ ഗോപിട്ട എപ്പ നിൽക്കലോ ആലോചന? ഒന്നുമില്ല. അല്ല, എനിക്കറിയാം പണ്ടത്തെ കാര്യങ്ങളായിരിക്കും. അല്ല അബ്ദു, ഞാൻ ആ യമുനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ചേച്ചി തൊഴിലെല്ലാം ചത്തുപോയി. നിരപരാധികൾ എന്തിനാ ഈശ്വരൻ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ആരാത്? ഞാനാ. ആ, പത്മനാഭനോ? എന്താ പത്മനാഭ ഈ നേരത്ത്? ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ? 10 രൂപ വേണം. 2 ദിവസത്തിനകം തിരിച്ചു തരാം. ആ, അബ്ദു ഒരു 10 രൂപ എടുത്തുണ്ടോ? പിന്നെ പണിയൊക്കെ എങ്ങനെ? ഇന്ന് മീൻ വളരെ കുറവാ. വെറും കൈയോടെ തിരിച്ചു പോന്നു. അതുകൊണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. ആ, കൊടുക്ക. ഞാൻ വരട്ടെ. ശരി. ആ, അതെ, ഈ ചോദിക്കുന്നവർക്കൊക്കെ പെറുക്കി കൊടുത്താ നമ്മളെ കാര്യം എങ്ങനെയാ? വിഷമിക്കേണ്ട കാരണവരെ, ഒരു വലിയ കാരണവരുണ്ടല്ലോ മുകളില്. ആ, ഓടിക്കോ. ഇന്ത്യക്ക് ഒരു ക്രിക്കറ്റ്. അയ്യോ, എന്റെ കാല! അച്ഛാ! 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 ആരോ എന്റെ കാല പിടിച്ചോണ്ട് പോയി. എന്ത് പറ്റി? നിന്റെ മാല എവിടെ? ഇന്നലെ രാത്രി ആരെ പൊട്ടിച്ചോണ്ട് പോയി. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് അതായിരുന്നു. സാരമില്ല, പോകാനുള്ളത് പോയി. ഇനി കരഞ്ഞിട്ടെന്താ? കാലത്ത് നീ എന്തെങ്കിലും കഴിച്ചോ?
ഇല്ല. എഴുന്നേറ്റ് ഒന്ന് പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. അവിടെ ഒന്നുമില്ല ഉണ്ടാക്കാൻ. ഒന്ന് എഴുന്നേക്കാനേ. ഞാൻ വീട്ടിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. വാ. ഞാൻ അവരെ പിടികൂടിയെന്ന് മാത്രമല്ല, രക്ഷകർത്താക്കളുടെ മുൻപിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്തു. ഇനിമേല് ക്ലാസ് കട്ട് ചെയ്ത് ക്രിക്കറ്റ് കളിക്കില്ലെന്ന്. അതേതായാലും നന്നായി. അല്ല ഗോപി, ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. എത്ര കാലമായി ഈ മുട്ടയും പറക്കി ഇങ്ങനെ നടക്കുന്നത്? ജീവിക്കേണ്ട പക്ഷേ ഇതൊന്നും ഒരു ജീവിതമല്ല, പിന്നെ ഒരു തരം കഴിഞ്ഞുകൂടൽ എന്ന് വേണമെങ്കിൽ പറയാം. കാലം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? ഞാനേ 40ാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ചത്. ഗോപിക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു വിഷയം അവതരിപ്പിക്കാം. എന്റെ സ്കൂളിൽ പുതിയതായി വന്ന ടീച്ചറാ, നല്ല കുട്ടിയാ. സമയം എന്തായി മാഷേ? 10 ആകാറായി. ബസ് വരാൻ സമയമായി. അബ്ദു സ്റ്റാൻഡ് കാത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ വേറെ ദിവസം സൗകര്യമായിട്ട് വരാം. ആ, ഒരു പരിചയമില്ലാത്തടത്ത് എന്ന് എന്ത് ചെയ്യാൻ അതിന്റെ പ്ലാൻ? അതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം. ആശാനെ, രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടെങ്കിൽ അറിയിക്കണം, ഞങ്ങൾ വന്നേക്കാം. കുഞ്ഞിനെ നോക്കണേ. അതെ, വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഹോട്ടലിൽ വല്ലതും വാങ്ങിച്ചോണ്ടിരാം. ബിരിയാണി. ഇതിരിക്കട്ടെ, കേറ്. കത്തയക്കണേ. അവിടെ ഇരി. ഇവിടെ ആരും ഇല്ലയോ? ആരാത്? കർമ്മക്കാരനാന്നേ, വലതും തരണേ. ഇവിടെ ഒന്നും ഇല്ലടോ, പോടോ. പോയോ? എടാ, നിൽക്കാനാ പറഞ്ഞത്. കൊല്ലും ഞാൻ നിന്നെ, കള്ളൻ. ഇന്നത്തെ പത്രത്തിന് എന്താ ഒരു നിറവ്യത്യാസം? ആ, അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി വധിക്കപ്പെട്ടു. അയ്യോ, ഗോപാലൻ ചേട്ടു, ആ, ഇതിനു മുമ്പും കെന്നഡി ഒന്ന് കൊന്നാണല്ലോ. എന്താ ആണോ? ആ, കാർത്തി, എന്താ? ഇത് എന്നത്തെ പത്ര? എനിക്ക് വായിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇന്നത്തെ പത്രം എവിടെയാണ്? എന്നത്തെ പത്രമാണോ എന്തോ? വട പൊഴിഞ്ഞു കൊടുക്കാൻ ഞാനൊരു പത്രം എടുത്തു. ചിലപ്പോ അത് ഇന്നത്തെ ആയിരിക്കും. അയ്യോ, ചതിച്ചു.
ഇനി ദിവസവും മുട്ടയായിട്ട് വരണ്ടല്ലോ, കോഴിയെ തന്നെ ഇവിടെ നിർത്തിക്കളയാം അല്ലേ? എന്താ ഇത്? കോഴി. വെച്ചോളൂ, കടം തീരട്ടെ. ബാക്കി മുഴുവൻ ഞാനിന്ന് കുട്ടിക്കും. ഈ കോഴിയെ എന്തിനാ കൊണ്ടുവന്നറിയാമോ? അവനെ ഒന്ന് ശരിയാക്കി എനിക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. ഇതുപോലെ വേണം എന്നും വരാൻ. നീതിപീഠം എത്ര അകലെ. ആ പേപ്പറും കളഞ്ഞിട്ടേ ഇങ്ങോട്ട് നീ കോഴിയുടെ കൂടെയൊക്കെ ഒന്ന് പറിച്ചേ. നാരായണൻ ചേട്ടനെ നല്ലോണം ഒന്ന് ആഘോഷിക്കണമെന്ന്. ആരാ ഇത്? ഞാനാ. ഗോപിയാ? അതെ. വിളക്കില്ലേ അവിടെ? എനിക്കൊന്നും കാണാൻ വയ്യ ഗോപി. നാരായണേട്ടാ, ഇതൊക്കെ ഒരുവിധ ശിക്ഷയാ. ഉം. മനസ്സുകൊണ്ട് പോലും ആരും ദ്രോഹിച്ചിട്ടില്ലാത്ത എന്റെ കാലത്തിനാ ഓടിച്ചത്. ആ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന് സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ അങ്ങനെ ആലോചിച്ചുകൂടാ. ആ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം സുഖം മാത്രമേ നാരായണേട്ടൻ ആലോചിച്ചുള്ളൂ. ഒരച്ഛന് അങ്ങനെ ആലോചിക്കാനുള്ള അവകാശമില്ല. ഉം. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എങ്ങനെ ഇവിടെ? ആ, ഇത് നാരായണേട്ടനുള്ളതാ. കുറച്ച് ഓറഞ്ചും മുന്തിരിയൊക്കെയാ. ഇങ്ങോട്ടേക്കും കാണാനില്ലല്ലോ. ഇവിടെ കോഴി വളർത്തലില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് വരാറില്ലെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഒരു 5-6 കൊല്ലമായി ഞാനൊരു കോഴിമുട്ട തിന്നിട്ട്. ഒരു കോഴിമുട്ട കൊടുത്തയക്കണം കേട്ടോ. അല്ല പിന്നെന്താ പതിവില്ലാതെ? എനിക്ക് കുറച്ച് പണം വേണം. എത്ര എത്ര എത്ര? ഒരു 1000 രൂപ. അതിത്തിരി കടന്ന പിടിയാണല്ലോ. ഇതെന്താ? അതെ, ഇതേലൊന്ന് കുത്തണം. ഇത് വെറുതെ വാങ്ങിക്കുന്നേ ഉള്ളൂ. ഒരു നേരം പോക്ക്. സ്വന്തം പേര് സ്ഥലം എത്രയുണ്ട്? സ്വന്തം പേരിൽ ഒന്നുമില്ല. അതെങ്ങനെയാ? എന്തെങ്കിലും ഈട് കൊടുക്കാതെ ഇക്കാലത്ത് ആരെങ്കിലും കടം തരുവോ? 1000 രൂപയ്ക്ക് സ്ഥലത്തിന്റെ ആധാരം വേണം അല്ലേ? പിന്നെ ആധാരമില്ലെങ്കിൽ അതിന് പറ്റിയ മറ്റെന്തെങ്കിലും ആണേലും മതി. വെറുതെ ഒരു ഉറപ്പിന്. അതെ 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 അതെ. ഉറപ്പിന് എന്റെ ഇതേ ഉള്ളൂ.
ചുമ്മാ തമാശ അല്ലടോ, അത്യാവശ്യം 1000 രൂപ കടം ചോദിച്ചാൽ എന്തൊക്കെ സെക്യൂരിറ്റിയാ വേണ്ടത്? അതെന്റെ മുദ്രപത്രമാ. മുദ്രപത്രം. തന്റെ ഈ തോന്നിവാസം ഒരു ദിവസം അവസാനിക്കും, നോക്കിക്കോ. Definitely and justifiably getting restless on this performance of Malhotra. Malhotra being aided by Khawji for his straps on the pads of his നിന്റെ ഒടുക്കത്തെ കമന്ററി. play held up a little. Malhotra settles. Awake spoke up now. എന്തു പറ്റി? ഇന്ന് കളിയൊന്നുമില്ലേ? എന്നെ ഉൾക്കൊള്ളാൻ ഈ ഗ്രാമത്തിന് കഴിയില്ല. ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്. കപിൽദേവും ഗവാസ്കറും മനീന്ദറും ജീവിക്കുന്ന നാട്ടിലേക്ക്. അവരെയൊക്കെ നേരിട്ട് കാണുമോ? കാണും. അയ്യോ, ആ പയ്യനില്ലേ മനീന്ദ്രൻ, അതിന് ഞാൻ അന്വേഷിച്ചെന്ന് ഒന്ന് പറയണേ. പറയാം. അയ്യോ, ഇനി കോറങ്ങനെ കേക്കും. ബേട്ടാ, ഇന്ന് വൈകിട്ട് മാർക്കറ്റിൽ പോകുമ്പോ ഞാൻ കൂടെ അത്തേ. എന്താ പ്രത്യേകിച്ച്? വെറുതെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാൻ. ഒരുപാട് നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്. ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ലേ? അതൊക്കെ തീർത്തു. ആ, എന്നാ പോരെ. അയ്യോ ഗോപേട്ടാ, ഗോപേട്ടാ, വേദന കുറവുണ്ടോ ഗോപേട്ടാ? കുറവുണ്ട്. ആവ് പിടിച്ചത് മതി. ഗോപേട്ടാ, ആ, വെറുതെ ഇരിക്കുമൊക്കെ എന്തെന്നായി ആലോചിക്കുന്നേ? കാലുവേല് സങ്കടാണോ? കൊള്ളാം, ദാ പാഞ്ഞു വരുന്നുണ്ട്. എത്ര ദിവസമുണ്ട് അവധി? 5-6 ദിവസമേ ഉള്ളൂ. ഒരു സ്ഥലമാറ്റാ. അപ്പൊ ഇതങ്ങ് നടത്തിയിട്ട് പോകാം. ഓ, അപ്പോഴേ വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് വരാം. മൂന്ന് ദിവസമായി ഈ വരമ്പിലേക്ക് നോക്കിയിരിപ്പാ. 2-3 ട്രെയിൻ മാറിക്കറി വരണ്ടേ പെണ്ണേ. ആ, ദേ ആ കാണുന്ന വീട്. അങ്ങോട്ട് കിടന്നു. നിനക്ക് 2 മാറ്റങ്ങളുണ്ട്. എന്താ? ഒന്ന്, നിനക്ക് കുറച്ചുകൂടെ പൊക്കം വെച്ചു. പിന്നെ നിനക്കുണ്ടായിരുന്ന നാളം കൂടെ പോയി.
അല്ലേ പിന്നെ കയറ് പൊട്ടിച്ച പശുവിനെ പോലെ ഇങ്ങനെ ഓടി വരുമായിരുന്നു. ഞാൻ ഗോപിക്ക് എടുത്തേക്കില്ലേ വന്നത്. പിന്നെ ഗോപിക്ക് നല്ല മാറ്റമുണ്ട്. ഈ കൊല്ലം മീശ പട്ടാളല്ലേ പെണ്ണേ, കുറച്ച് ഗൗരവമൊക്കെ വേണ്ടേ? എന്നാ പോകേണ്ടത്? നിന്നെ കെട്ടിച്ചിട്ട് പോകാമെന്നാ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നടക്ക. വീട്ടിലേക്ക് ചെന്നാൽ അളിയിൽ ഇപ്പൊ ഗോപിയിട്ട് പൊതിയും. നമുക്ക് ഇത്തിരി നേരം കൂടി ഇവിടെ നിൽക്കാം. കിടന്നോളൂ. അമ്മ എന്താ എന്നെ അറിയിക്കായിരുന്നത്? അറിയിക്കാൻ മാത്രമുള്ള അസുഖമൊന്നുമില്ല മോനെ. നീയെ പോന്നു? അവള് വന്നതല്ല, കൊണ്ടുവന്നാക്കിയതാ. ആര്? അവിടെ ഭർത്താവ്. നീ വിഷമിക്കണ്ട, ഞാൻ നാളെ തന്നെ രായനെ കാണാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും അച്ഛൻ പറഞ്ഞ തുക ചേട്ടൻ കൊടുക്കാം. അടുത്ത മാസം മുതൽ നിന്റെ പേർക്ക് ഞാൻ കുറച്ച് പണം അയക്കാം. നിന്റെ മോനെവിടെ? അപ്പുറത്തുണ്ട്. ആദ്യം ചൂടായിട്ടൊരു കട്ടക്കാപ്പി, കുളി കഴിഞ്ഞ് വരുമ്പോ പൊടിയരിക്കഞ്ഞിയും ചമ്മന്തി, പിന്നെ നിന്റെ സ്പെഷ്യൽ മെഴുക്കുരട്ടി. ശരി. ആ കാണുന്ന വീട്, അങ്ങോട്ട് നടന്നു. അല്ല, ഗോപി ആരെയായി നോക്കി നിൽക്കുന്നത്? അപ്പോ ഇവിടെ നടന്നതൊന്നും ഗോപി അറിഞ്ഞില്ല? മീനയുടെ കല്യാണം കഴിഞ്ഞു. അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഗോപി ജീവിച്ചിരിപ്പില്ലെന്ന് അവളെ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പിന്നെ 16 അടിയന്തരത്തിനെങ്കിലും. ആരുടെ? അമ്മയുടെ. അമ്മ മോളെ. എന്താണച്ചാ? ശരി, കാപ്പി. മോളെ, ഞാനിവിടെ ഉണ്ട്. എത്ര ദിവസമായി ഞാൻ കഴിയും. നീ ആ വർച്ചുപിള്ളാരുടെ അടുത്തൊന്ന് പോയി നോക്ക്. അയാളുടെ അടുത്ത് ഞാൻ പോവില്ല അച്ഛാ. ചായക്കടയിൽ പോയി രാജമ്മയോട് എന്തെങ്കിലും വാങ്ങിട്ട് വരാം.
കണ്ണുണ്ടായിരുന്നു. മോളെ അച്ഛൻ കണ്ടില്ല. ഇപ്പോ എന്താ ചേച്ചി വലിയ പൊതിയൊക്കെ? എന്റെ കോഴികളെല്ലാം ചത്തു. ഇപ്പൊ തരാൻ മുട്ടയില്ല. അതുകൊണ്ടാ അതുവഴിയൊന്നും വരാത്തല്ലേ. അബ്ദു, നീ നടന്നു. എനിക്ക് സ്ഥലം വരെ പോണം. എന്താ? ഞാനൊരു പഴയ പട്ടാളക്കാരനാ. ഇപ്പോഴീ ഗ്രാമത്തിൽ ചില ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പേര് ഗോപിനാഥൻ. ഞാൻ സോമൻ. ഇരിക്കെ. കാശുള്ളവർക്ക് അത് നിക്ഷേപിക്കാനും തിരിച്ചെടുക്കാനും സൗകര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്നെനിക്കറിയാം. അത് മുഴുവൻ ശരിയല്ല. പക്ഷേ പണമില്ലാത്തവർക്ക് എല്ലാം സഹായം ചെയ്യാൻ ഒരു സ്ഥാപനത്തിനും കഴിയില്ലല്ലോ. അതെനിക്കറിയാം. എന്നാലും അർഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായും. ഈ സെക്യൂരിറ്റി ആവശ്യമില്ലാത്ത ഏതെങ്കിലും വിഭാഗമുണ്ടോ? ചില കേസുകളിൽ സെക്യൂരിറ്റി വേണമെന്നില്ല. ആ, അത്ര ഒരു കേസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മിസ്റ്റർ ഗോപിക്ക് എന്താണ് വേണ്ടതെന്ന് വിശദമായിട്ട് പറയാം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. അവൾക്ക് അമ്മയില്ല. അച്ഛൻ മുഴുക്കുടിനായിരുന്നു. അവസാനം കണ്ണ് നഷ്ടപ്പെട്ടു കുടി കൂടിയിട്ട്. ഒരാങ്ങളെ ഉണ്ടായിരുന്നത് അവളുടെ മാലയും പൊട്ടിച്ച് നാട് വിട്ടു. എന്തിന്? കിടപ്പാടം പോലും പണയത്തിലായി. ഇനി ബാക്കിയുള്ളത് അവളുടെ ചാരിത്രം മാത്രമാണ്. മിസ്റ്റർ ഗോപി, നിങ്ങളുടെ പ്രശ്നവും അതിന്റെ സീരിയസ്നെസ്സും എനിക്ക് മനസ്സിലായി. ഇതുപോലെ നിരവധി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുമുണ്ട്. ആ ഉത്തരവാദിത്വം ഒരു പരിധി വരെ ഏറ്റെടുക്കാൻ ഞങ്ങളുടെ ബാങ്ക് തയ്യാറാണ്. യമുനെ, ഞാൻ വീട്ടിൽ പോയിരുന്നേ. നിനക്ക് എന്ത് പറ്റി? എന്താ കുട്ടി ഇത്? വരൂ.
സമ്പാദിച്ചൊക്കെ പോകുന്നില്ല. എത്ര നാളോട് അച്ഛൻ്റെ എല്ലാം വിറ്റ് പെറുക്കി പോകേണ്ടി വരും. യമുനെ, ഒന്ന് വേഷം പറയട്ടെ, വേഗം വാ. ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്ക്? അതൊക്കെ പിന്നെ പറയാം, വേഗം വാ. ഞാനല്ലേ വിളിക്കുന്നത്. അമ്പലത്തിൽ വെച്ചായിരിക്കും. ഇത് റേസ് കച്ചേരിയിൽ വെച്ചായിരിക്കും. ഇപ്പൊ സൗകര്യല്ലേ? ആങ്ങളെ സ്ഥലത്തില്ല, അച്ഛന് കണ്ണും കാണില്ല. കാലും കൈയുള്ളവർ ഈ നാട്ടിലുണ്ടേ. എന്താടാ പറഞ്ഞത്? കയ്യും കാലും ഉള്ളവര്. അതുകൊണ്ട് ആർക്കാടാ ഗുണം? നിന്റെയൊക്കെ വീട്ടുകാർക്കോ അതോ നാട്ടുകാർക്കോ? അല്ല, ഞാനിവിടെ പറഞ്ഞതാ. പോക്കിരിത്തരം പറഞ്ഞുണ്ടാക്കാറുണ്ടല്ലോ. നിന്നെയൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് ഒരു കാലം മുഴുവൻ വേണ്ട, മനസ്സിലായോ? രണ്ടുകള്. സാരല്ല, വരൂ. കുട്ടി എത്ര ക്ലാസ് വരെ പഠിച്ചു? 10. ജയിച്ചോ? ആ. വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്വ്. ആ, ദാ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഒപ്പിട്.
ഗോപേട്ടാ, ഗോപേട്ടാ, ഗോപേട്ടനെന്താ ഇതുവഴി? ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോയിരുന്നു, ഒരു കത്ത് അയക്കാൻ അനിയത്തിക്ക്. ഗോപേട്ടന് അനിയത്തി ഉണ്ടോ? അനിയത്തി മാത്രമല്ല, അവൾക്ക് ഭർത്താവും 2 കുട്ടികളുമുണ്ട്. അവരൊക്കെ എവിടെ ഉള്ളത്? ഞാൻ ജനിച്ചു വളർന്ന നാട്ടില്. പിന്നെന്താ ഗോപേട്ടൻ അവിടെ താമസിക്കാത്തത്? അതൊക്കെ ഓർക്കാൻ രസമില്ലാത്ത പഴയ കഥകളാ. യമുന അതൊന്നും അറിയാതിരിക്കാ നല്ലത്. ഗോപേട്ടാ, ഇത് പ്രസാദം. അല്ല, ഇതാര്? എന്തൊക്കെയാണ് ഈ കാണുന്നത്? അതൊക്കെ പറയാം. ചേട്ടൻ എവിടെയായിരുന്നു? അതിനു മുമ്പ് വേറൊരു കാര്യം. ഇതെവിടെ സംഭവിച്ചു? അച്ഛന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വീര്യമുള്ളതാ. അച്ഛാ, അമ്പത്. ഗോപാലഞ്ചന്റെ കട എത്ര കൊടുത്തു? 25. മുക്കിലോ? 10. അപ്പൊ മൊത്തം എത്രയായി? ആരാത്? ശശിയോ? അയ്യോ, ശശിയേട്ടനെ കണ്ടിട്ട് അറിഞ്ഞേയില്ല. ഇത്തിരി കാപ്പി എടുക്ക. അബ്ദു, ഇതകത്ത് വെച്ചോളൂ. ഗോപിയേട്ടൻ ഈ പീടികയിൽ താമസം മാറ്റിക്കണമെന്നാ ഞാൻ കരുതിയത്. ഞങ്ങൾക്ക് ധാരാളം പോരെ. ശശി ഞങ്ങളൊക്കെ മറന്നു ഞാൻ വിചാരിച്ചേ. എനിക്ക് ഗോപിയേട്ടനെ മറക്കാൻ പറ്റുമോ? എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു നിശ്ചയമില്ലാതെയാണ് ഞാനിവിടെ വിട്ടത്. അന്ന് ബസ്സിൽ വെച്ച് ഗോപിയേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നടിഞ്ഞ് ഒരു കള്ളനോ പോക്കറ്റടിക്കാരനോ ആയി ഞാൻ മാറുമായിരുന്നു. അതിരിക്കട്ടെ, താൻ എന്തായി? അന്ന് ഗോപിയേട്ടൻ ഒരു സർദാർജിയുടെ അഡ്രസ് തന്നില്ലേ? അയാൾ അവിടെ നിന്നൊക്കെ താമസം മാറ്റിയിരുന്നു. ഒരാഴ്ച എടുത്ത് കണ്ടുപിടിക്കാൻ. പക്ഷെ അയാൾ എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ ബോംബെയിൽ സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങി. ഇപ്പൊ ജീവിക്കാനുള്ള പേടി മാറി. കട്ടനേ ഉള്ളൂ. സായിപ്പ് കുടിക്കുമെന്തോ. ഏതായാലും നേതാവ് സ്ഥലം വിട്ടപ്പോ തല്ലിപ്പൊളികളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇവൻ താഴോട്ടാണോ ഗോപിയേട്ട വളരുന്നത്? താൻ നോക്കിക്കോ, ഇവൻ തന്നേക്കാ വലിയ ബിസിനസ്സുകാരനാവും. എന്താ മുതല്? ഇതും ഇതിന്റെ കൂടെ തന്നെ ഇട്ടോട്ടെ. അവിടെ തന്നെ ഇട്ടോളൂ. ശരി, അങ്ങോട്ടെടുപ്പി. ഇറങ്ങിക്കോളൂ. എവിടെയാ നോട്ടം? 2 ദിവസമായിട്ട് ഗോപിയായിട്ട് മുട്ട വാങ്ങാൻ വരുന്നില്ല. സൊസൈറ്റി കൊടുത്തൂടെ?
പാല് സൊസൈറ്റിയിലല്ലേ കൊടുക്കുന്നത്, അപ്പൊ പിന്നെ മുട്ടയെ അവിടെ തന്നെ കൊടുത്തൂടെ? വീടൊക്കെ ഗംഭീരമാക്കിയല്ലോ. ആരാ അത്? ഞാനാ, വടക്കേടത്ത് ഭാസ്കരൻ. ഇരുന്നോ? ഇരിക്കാം ഇരിക്കാം. എന്റെ കൂടെ അളിയനും ഉണ്ട്. എന്താ വന്നത്? അല്ല, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം. ഏത് കല്യാണം? മോളെ, ഇത്തിരി വെള്ളം തിളപ്പിക്ക്. വേണ്ട, ഞങ്ങൾ ഇപ്പം കാപ്പി കുടിച്ചിട്ടാ വരുന്നത്. കുടിക്കാനല്ല, നിങ്ങളുടെ മുഖത്തൊഴിക്കാനാ. അവര് പോയോ? പോയി അച്ഛാ. മോളെ, അച്ഛൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല അച്ഛാ. ഗോപേട്ടാ, എന്താ ഇതുവഴി വരാത്തത്? 2-3 ദിവസം ഞാൻ കാത്തിരിക്കായിരുന്നു. യമുനയ്ക്ക് മുട്ട നേരിട്ട് സൊസൈറ്റിക്ക് കൊടുക്കാമല്ലോ, അതാണ് ലാഭവും. എനിക്കിതൊക്കെ എങ്ങനെയുണ്ടായത് ഗോപേട്ടാ? അച്ഛൻ ഒരു നേരത്തെ കട്ടൻ കാപ്പി പോലും കൊടുക്കാൻ ഗതിയില്ലായിരുന്നു എന്നെ ഈ നിലയിൽ എത്തിച്ചത് ആരാ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ വെറും ഒരു കാരണക്കാരൻ മാത്രമല്ലേ ആയിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ ഒഴിവാക്കാനാണെങ്കിൽ ഞാനൊരു ശല്യമാവുന്നില്ല. യമുനെ, ഗോപേട്ടന് ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇതിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നോളാം.